എൽ പി തലത്തിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു പഠനോപകരണമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 3-4 ക്ലാസ്സുകളിലായാണ് നമ്മുടെ കുട്ടികൾ ഗുണനവസ്തുക്കൾ പഠിക്കുന്നത്. എന്നാൽ ചിലരിത് ഹൈസ്കൂൾ തലത്തിലെത്തിയാലും പ്രയാസപ്പെടുന്നതായി കാണാം. 2-3 പേർ ചേർന്ന് ഇതെങ്ങനെ കളിച്ചു പഠിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് 30 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു ബോർഡ്. ഈ ബോർഡ് എങ്ങനെയാണ് ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ കൂട്ടങ്ങളാണ് തുടക്കത്തിലുള്ളത്. 1, 2, 3, 4 അങ്ങനെ 10 വരെ. പിന്നീട് നമുക്ക് കാണാം 2, ആ 2ൻ്റെ കൂട്ടം, 3ൻ്റെ കൂട്ടം, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കളി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതാ ഈ കറുത്ത ബട്ടൺ ഒരു കളത്തിൻ്റെ മേലെ വെക്കുകയാണ്. ഞാനിതാ വെച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് സംഖ്യ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് കുട്ടിക്കുള്ള മറുപടി പറയാനുള്ള സൂചന എന്താണ്? അതായത് 5ാമത്തെ നിരയും 6ാമത്തെ വരിയും ചേരുന്ന ആ ജംഗ്ഷനിലാണ് നമ്മുടെ ബട്ടൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സൂചന ആ 5ൻ്റെയും 6ൻ്റെയും ഗുണനഫലമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അതായത് നേരെ മേലെ 5ആണ്, നേരെ ഇടതുവശത്ത് 6ആണ്. 5 ഗുണിക്കണം 6 എത്രയാണോ അതിൻ്റെ ഉത്തരമാണ് മറ്റേ കുട്ടി പറയേണ്ടത്. അപ്പോൾ 5ൻ്റെയും 6ൻ്റെയും ഗുണനഫലം കുട്ടി പറയുകയാണ്. പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് മറ്റേ കുട്ടി ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ 5 ഗുണിക്കണം 6 = 30. അപ്പോൾ ശരിയായിട്ടാണ് ഉത്തരം പറഞ്ഞതെങ്കിൽ പറഞ്ഞ കുട്ടിക്ക് 1 പോയിൻ്റ് കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് അടുത്ത കുട്ടിക്ക് ചാൻസ് കൊടുക്കുകയാണ്. ഇതാ മറ്റൊരു കളത്തിൽ വെക്കുകയാണ്. അപ്പോൾ അതിനും നമ്മളെ സൂചന എന്താണ്? അത് 6ാമത്തെ നിരയിലാണ് ബട്ടൺ ഉള്ളത്, അതുപോലെ 7ാമത്തെ വരിയിലാണ്. അപ്പോൾ 6ൻ്റെയും 7ൻ്റെയും ജംഗ്ഷൻ അവിടെയാണ്. അപ്പോൾ 6ഉം 7ഉം ഗുണിച്ച ഫലം എത്രയാണോ അതാണ് പറയേണ്ടത്. അപ്പോൾ 6ഉം 7ഉം 6ൻ്റെയും 7ൻ്റെയും ഗുണനഫലം പറഞ്ഞ് ശരിയാണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ശരിയായാൽ അടുത്ത, ഇനി ഇല്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് പോയിൻ്റ് ഇല്ല. ഇതാ ഞാൻ മറ്റൊരു സ്ഥലത്ത് വെച്ച് അതാ 8ൻ്റെ നിരയിലാണുള്ളത്, അതുപോലെ 4ൻ്റെ വരിയിലാണുള്ളത്. അപ്പോൾ 8ഉം 4ഉം ഗുണിച്ചാൽ എത്രയാണോ അത് പറയുകയാണ്, പരിശോധിക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം അതാ അവിടെ ഏത് നിരയിലാണുള്ളത്? 6ാമത്തെ നിരയിലാണ്, 9ാമത്തെ വരിയിലാണ്. അപ്പോൾ 9ഉം 6ഉം ഗുണിച്ച ഫലമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് മുഴുവൻ അവിടെയുള്ള 8, 64 കളങ്ങളും മറച്ച് വെച്ചതാണ്. നമ്മൾ ഓരോന്നും നോക്കുകയാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. അതുപോലെ 3, 6, 9, 12, 15, 18, 21, 24, 27, 30. ഇനി ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. 30 സെൻറ്റിമീറ്റർ സമയതരത്തിലുള്ള കാർഡ്ബോർഡിൽ ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നതാണിത്. അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ കാണുന്നത് പോലെ 10 × 10 100 സമചതുരങ്ങൾ വരച്ച് 1 മുതൽ 10 വരെയുള്ള ഗുണനവസ്തുക്കൾ എഴുതിയതാണിത്. ഇനി വേണ്ടത് 3/4 ഇഞ്ച് സെല്ലോ ടേപ്പാണ്. കൂടാതെ ബോർഡിലുള്ള സമചതുരത്തേക്കാൾ അല്പം ചെറുതാക്കി മുറിച്ച കാർഡ് ഷീറ്റാണ്. ഇവ ഓരോന്നും എങ്ങനെയാണ് ഒട്ടിച്ച് ഈ ഉപകരണം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം.